ഓക്കെ, ടീച്ചിങ് ആസ്പിരൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് സ്ക്രീനിൽ ഉള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തോ പറ്റി കേട്ടോ, നോക്കട്ടെ. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, മെന്റർ എന്ന് പറയുന്ന ആശയം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു അധ്യാപകർ കുട്ടികൾക്ക് കൈത്താങ് നൽകണം, ഈ ഒരു രീതിയിലൊക്കെ പഠിച്ചു. കുട്ടികളുടെ കുട്ടികളോടൊപ്പം പഠിക്കുന്ന ആള്, ആ ഒരു രീതിയിൽ സഹപഠിതാവ് എന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മെന്റർ എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ആയത്, അല്ലെ? അപ്പൊ ഈ മെന്റർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കുന്നവര് മറുപടി പറയണേ. ആരെ വിളിക്കണം? അഞ്ജൽ ടീച്ചർ ഒരു സന്തോഷം ഇല്ലാതിരിക്കുക, അതുകൊണ്ട് അഞ്ജൽ ടീച്ചറിനെ തന്നെ വിളിക്കാം. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. എന്താണ് അലട്ടുന്നേ? കറണ്ട് ഇല്ല ടീച്ചറെ, ചൂടത്തിരിക്കുകയാണ്. ഓ, അതാണോ പ്രശ്നം? പിന്നെ ഇത് വരുന്നതിന്റെ ടെൻഷനും ഉണ്ട്. അത് എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാരും നല്ല ടെൻഷനില്ലേ വിൻസിന് ടീച്ചറെ? ആരോട് പറയും, ആര് കേൾക്കും പറഞ്ഞിരിക്കുക. അഞ്ജൽ ടീച്ചർ പറഞ്ഞോ, മെന്റർ എന്നത് കൊണ്ട് ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടീച്ചറെ, കുട്ടികൾക്ക് കൈത്താങ് നൽകുന്നത് അപ്പൊ വേറെ ഇതാണോ? കൈത്താങ് നൽകൽ ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ടേമിലേക്ക് നമ്മൾ വന്നിട്ട് അധിക കാലം ആയിട്ടില്ല. മെന്റർ, ഈ മെന്ററിനെ എടുത്തു ചോദിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല. മെന്റർ എന്ന് പറയുന്ന പദത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതുപോലെ അതുകൊണ്ട് എന്താണ് ഒരു അധ്യാപിക മനസ്സിലാക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് കൈത്താങ് നൽകി ഒരു സഹപഠിതാവായിട്ട് നിൽക്കുന്നതാണ് ഫസ്റ്റ് ആ ചോദ്യം കണ്ടപ്പോ ഉദ്ദേശിച്ചത്. പക്ഷെ ടീച്ചർ പറഞ്ഞില്ല അത് നേരത്തെ ആയിരുന്നു, ഇപ്പം മെന്റർ ആയെന്ന്. അപ്പൊ അത് രണ്ട് കണ്ടാണോ? അതിന് മുമ്പാണോ എന്ന് വെച്ചാൽ അന്നും ഉണ്ട്. പക്ഷെ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധിക കാലമായിട്ടില്ല. ടീച്ചർ വിചാരിക്കുന്ന പോലെ സഹപഠിതാവെന്നുള്ള അർത്ഥമല്ല മെന്ററിനുള്ളത്, മറ്റെന്തോ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പല പ്രാവശ്യമായിട്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ജോൾ ടീച്ചറിനെ ഓർത്തെടുക്കാൻ പറ്റുന്നോ? അഞ്ജലി ടീച്ചറെ മ്യൂട്ട് ചെയ്തോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗൈഡ്, ഒരു ഫെസിലിറ്റേറ്റർ വീണ്ടും ഇംഗ്ലീഷ് അല്ലേ? മെന്റർ ആയിരിക്കണം, ഫെസിലിറ്റേറ്റർ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ 2 പോയിന്റ് ആയിട്ടൊക്കെയാണ് പറയാറുള്ളത്. അതായത് അനുഭവ സമ്പത്തുള്ള ആളായിരിക്കണം, കുട്ടികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അവർക്ക് ഉപദേശങ്ങളിലൂടെ അല്ലെങ്കിൽ വഴികൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന. ഇതൊക്കെ മെന്ററിന്റെ ജോലിയുടെ ഭാഗമാണ്. മെന്റർ എന്ന ആശയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മെന്റർ? അതാണ് ചോദ്യം. അശ്വതി ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല. ഞാൻ ഈ സ്കഫോൾഡർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, ആര്യ ടീച്ചറെ പിള്ളേരെയൊക്കെ വിട്ടെങ്കിൽ ഒന്ന് വിട്ടു ടീച്ചറെ. എന്നാ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മെന്റർ ഈ അധ്യാപകർക്കുള്ള അതായത് ഞാൻ പറഞ്ഞുതരാം ടീച്ചറെ. എന്റെ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ അതാ കുറെ നേരം കൊണ്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്. മെന്റർ പറയുമ്പോ നമ്മുടെ ഈ അധ്യാപകർക്കുള്ള അതായത് അനുഭവം ഇതിൽ തന്നെ കൂടുതൽ അറിവുള്ളതും. അതിനൊരു വേർഡുണ്ട് ടീച്ചറെ, എനിക്ക് ആ വേർഡാണ് കിട്ടാത്തത്. ആ വേർഡാ ഞാനും ചോദിക്കുന്നേ. ഓക്കെ, പിന്നെ ബിൻസിൻ ടീച്ചർ പറഞ്ഞോ. മ്യൂട്ടാ. എനിക്കും അറിയില്ല ടീച്ചർ, ഞാനും ഈ കൈത്താങ്ങൊക്കെ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാൻ പോവും.
സഹരക്ഷിതാവെന്ന് പഠിച്ചില്ലേ? പഠിച്ചായിരുന്നു. ഈ വരുന്ന ടെൻഷനുകൾക്കിടയിൽ അതെല്ലാം വിട്ടുപോയി അല്ലേ? പിന്നെ ടീച്ചർ എല്ലാരും കണ്ടോ? ടീച്ചർ വന്നിട്ടുണ്ട്. എന്നാ ടീച്ചറിനെ കാണുന്നേ. ഓക്കെ ടീച്ചറെ. സഹരക്ഷിതാവ് സുധീൻ ടീച്ചറിനെ ഓർക്കാൻ പറ്റിയോ? ഇല്ല ഓർക്കാൻ പറ്റില്ല ടീച്ചറെ. എന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ പലരും വർക്ക് ചെയ്യുന്നവരാണ്, പലരും പിന്നെ DLED കഴിഞ്ഞ കുട്ടികളാണ് അല്ലയോ അഞ്ജലി ടീച്ചറെ? അപ്പൊ നമ്മൾ എവിടെ നിൽക്കോ തിരിച്ചു പോകണം. DLEDന്റെ പുസ്തകമൊക്കെ എടുത്ത് വായിക്കണം. ഇനി പേജായിട്ട് ഞാൻ ചിലപ്പോ ഇനി പറയേണ്ടി വരും, ഇത്ര പേജ് വായിക്കണമെന്ന് പറയേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ ഇതിന്റെ ഇടയ്ക്കോടെ പോയൊന്ന് എടുത്ത്, പക്ഷെ കറണ്ട് വരുന്നില്ലാത്തോണ്ട് ഭയങ്കര പാടുപെട്ട് കണ്ടുപിടിക്കാൻ. ഇങ്ങനൊന്നും പോരാ. നമ്മുടെ ഇന്റർവ്യൂ ഇനി പെട്ടെന്ന് വരും, പടപടാൻ വരും. നമ്മളെ തോപ്പിക്കാൻ നോക്കുക എല്ലാരും കൂടെ. പക്ഷെ ലിസ്റ്റ് ചെറുതാക്കുക. എല്ലാ ടെൻഷൻ എനിക്കും നന്നായിട്ടുണ്ട്. ഞാനും ഫ്രീ ആവാത്തോണ്ടാ ഞാൻ മൈൻഡ് ഓക്കെ അല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കും അറിയാം. ഞാൻ കൊല്ലമാ ടീച്ചറെ. ഇനിയിപ്പൊ നിങ്ങൾ വേറൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ലിസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. എന്നെ കുറിച്ച് ഞാൻ അധികം ചിന്തിക്കുന്നില്ല, എങ്കിലും ടെൻഷൻസ് വരും. അപ്പൊ അത് എല്ലാവരും ടെൻഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് നോക്കിയിരിക്കുക. 5 മണിക്കും 6 മണിക്കും ഒക്കെ ഇപ്പൊ മെസ്സേജ് വന്ന് തുടങ്ങുന്നുണ്ട് അല്ലേ? ഏത് സമയത്താ നമ്മുടേത് വരുന്നേന്ന് അറിയത്തില്ല. ഞാനും നിങ്ങളെ പോലെ ഇടയ്ക്കൊക്കെ കയറി പ്രൊഫൈലും ഇനി നോക്കുന്നുണ്ട്, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോന്ന്. അപ്പൊ സന്തോഷത്തോടെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഏറ്റവും വലിയ സന്തോഷം പിന്നെ അൻഷി ടീച്ചറെ പ്രൊഫൈലിൽ ഇപ്പോഴേ വരുമോ ടീച്ചറെ? പ്രൊഫൈലിൽ ഇപ്പൊ വരുമോ മെസ്സേജ്? അതെ ആണോ? അയ്യോ ഞാൻ പ്രൊഫൈല് നോക്കിയിട്ടില്ലായിരുന്നു. പ്രൊഫൈലിൽ വരുമ്പോ തന്നെ ഒരുവിധം കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. പത്തനംതിട്ടയായിരുന്നോ? അതെ. അതുപോലെ റിജക്റ്റും ഉണ്ട്. നമുക്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് പ്രൊഫൈൽ ഓൾറെഡി റിജക്റ്റ് ടീച്ചർ അന്നേരം പത്തനംതിട്ട ലിസ്റ്റ് നോക്കിയില്ലേന്ന്? ലിസ്റ്റിലുണ്ട്. മെയിൻ ലിസ്റ്റിലുണ്ട്. അത് പറഞ്ഞില്ലല്ലോ സുധിന ടീച്ചറെ. അത് പറഞ്ഞില്ല. അതെ, നമ്മളാരും അറിഞ്ഞില്ല. അതെ, പറയണ്ടേ? അൻഷി ടീച്ചർ മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ അതെ, അൻഷ ടീച്ചറിന്റെ കാര്യം അറിയുള്ളായിരുന്നു. അതുകൊണ്ട് അപ്പോഴേ അൻഷ ടീച്ചറിന് മെസ്സേജ് ഒക്കെ അയച്ച് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ടീച്ചർ അറിയുന്നതിന് മുമ്പേ ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ. എനിക്ക് കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് തന്നെ ഇല്ലായിരുന്നു വേണമെങ്കിൽ പറയാം. പറ്റിയായിരുന്നു, അതൊക്കെ കൊണ്ടാ. അത് ഇനിയിപ്പോ നമുക്ക് എന്തായാലും 2 പേർക്കും അഭിനന്ദനങ്ങൾ. ബാക്കി എല്ലാവരും ലിസ്റ്റിലേക്ക് വരട്ടെ. അഞ്ജൻ ടീച്ചറൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവാ. ഈ പിന്നെ സുധിന ടീച്ചറിന്റെ സ്ഥലം കരിങ്ങന്നൂരാണോ? ആണോ? മ്യൂട്ടാ കരിങ്ങന്നൂരാണ്. അതെ. അപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ബാക്ക് ടു ക്ലാസ്. അതെ. അപ്പൊ മെന്റർ പിന്നെ സംസാരിക്കും. അതെ. അപ്പൊ മെന്റർ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, മെന്റർ എന്നാൽ സഹരക്ഷിതാവാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കുട്ടി എങ്ങോട്ടേക്ക് വരിക? സ്കൂളിലേക്ക് വരികയാണ്. അവിടെ കുട്ടിയുടെ രക്ഷിതാവ് ആണ് ആര്? മെന്റർ. പിന്നെ മെന്റർ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സഹരക്ഷിതാവ് എന്നുള്ള അർത്ഥമാണ് എന്നത് ഓർത്തു വെച്ചിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നമുക്ക് അതിനെ കണക്ട് ചെയ്ത് പറയാം. ജോളി ടീച്ചർ എന്തൊക്കെയായിരുന്നു പറഞ്ഞു? വഴികാട്ടിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു അല്ലേ? കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതെല്ലാം മെന്ററിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് രണ്ടാമത്തെ ചോദ്യം ഇല്ലേ, അതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. മെന്ററിങ്ങിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാം. എന്തൊക്കെയാണ്? വഴികാട്ടൽ അല്ലെ? കുട്ടികളെ നേർവഴിക്ക് നയിക്കൽ എന്നുള്ള രീതിയിൽ വഴികാട്ടിയായിരിക്കണം. കുട്ടികൾക്ക് കൃത്യമായ സമയങ്ങളിൽ ഉപദേശങ്ങൾ നൽകാൻ കഴിയണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന നല്ലൊരു വഴികാട്ടിയായിരിക്കണം അധ്യാപകൻ അല്ലെ? അപ്പൊ ഒരു മെന്റർ കുട്ടികൾക്ക് കൊടുക്കേണ്ട 1 അവനെ നേർവഴിക്ക് നയിക്കൽ അല്ലെ, വഴികാട്ടിയാകൽ. 2 ഉപദേശങ്ങൾ കൃത്യസമയത്ത് നൽകൽ. പിന്നെയോ അവന് വേണ്ട പിന്തുണ നൽകൽ. ഉപദേശങ്ങൾ നൽകിയാൽ മാത്രം പോരാ, പിന്തുണ നൽകണം. ആ ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് പോവല്ലേ, ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവന്റെ പോരായ്മയെ മറികടക്കാനുള്ള പിന്തുണ നൽകുന്ന ആളായിരിക്കണം. രക്ഷിതാക്കളും അത് തന്നെയല്ലേ ചെയ്യുന്നത്?
കുട്ടികളുടെ ഗൈഡ് ആയിരിക്കും, അതായത് വഴികാട്ടിയായിരിക്കും. അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അവർക്ക് വേണ്ട സമയങ്ങളിൽ നമ്മൾ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കൊടുക്കും. ഉപദേശങ്ങൾ മാത്രമല്ല, അവർക്ക് പിന്തുണയും പിന്നീട് മെച്ചപ്പെടാനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതല്ലേ രക്ഷിതാക്കളും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഉപദേശം നൽകൽ, ഒന്ന് വഴികാട്ടൽ, ഉപദേശം നൽകൽ, പിന്നെ എന്താണ്, പിന്തുണ നൽകൽ, പിന്നെ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ നൽകൽ. കുറഞ്ഞത് ഈ 4 പോയിന്റ് എങ്കിലും. അവിടെ നമുക്ക് ഈ കൈത്താങ് കൊടുക്കുന്ന ആൾ സഹപഠിതാവ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതെ, കൈത്താങ് നൽകൽ, അതല്ലേ നമ്മൾ പിന്തുണ നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്തുണ ഒരു കൈത്താങ്ങല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഒരു എന്താണ് മെന്ററിങ്ങിലൂടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. എന്താണ് മെന്ററിങ് എന്ന് ചോദിച്ചാല് കുട്ടിയുടെ സഹരക്ഷിതാവ് എന്നതാണ് മെന്റർ എന്നതുകൊണ്ടുള്ള അർത്ഥം. കുട്ടികള് വീട്ടിൽ നിന്ന് പിന്നെ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് വരുന്ന കുട്ടികളാണ്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അധ്യാപകരാണ് അവരുടെ രക്ഷിതാവ്. കുട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ, അവന്റെ കഴിവുകളെ ഒക്കെ തിരിച്ചറിയേണ്ടത് ആരാണ്? രക്ഷിതാക്കളാണ്. അപ്പോ അവന്റെ പ്രശ്നങ്ങളും കഴിവുകളും അതുപോലെ അവന്റെ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് അവനെ വളർത്തിയെടുക്കുന്നത് അവന്റെ രക്ഷിതാവാണ്. സ്കൂളിലേക്ക് എത്തുമ്പോഴോ ഈ സഹരക്ഷിതാവിന്റെ റോളുള്ള അധ്യാപകരാണ് ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിയേണ്ടതും അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതും പിന്നെ അവന്റെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതും ഒക്കെ മെന്ററാണ് കേട്ടോ. ടീച്ചർ അവിടെ ഈ റോൾ മോഡല് അതുപോലെ ഫീഡ്ബാക്ക് നൽകൽ അതൊക്കെ അവിടെ വരുമോ? പറയാം ടീച്ചറെ, പറയാം. മെന്ററിങ്ങിനകത്ത് പറയാം. രക്ഷിതാക്കളാണല്ലോ കുട്ടികളുടെ റോൾ മോഡൽ ആകാറ്. അതെല്ലാം നമുക്ക് പറയാം, ഇതെല്ലാം പറയാം. അവിടെ നമ്മൾ നിർബന്ധമായി പറയേണ്ട പോയിന്റ് സഹരക്ഷിതാവ് എന്നുള്ളതാണ്. അപ്പൊ ഒരു രക്ഷിതാവിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതിനെ കോർത്തിണക്കിക്കൊണ്ട് പറയാം, അത് തെറ്റാണെന്ന് ആരും പറയില്ല. രക്ഷിതാവിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ ഒരു കുട്ടിയോട്, അതൊക്കെ തന്നെയാണ് അധ്യാപകർക്കും ഉള്ളത്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ മെന്റർ എന്നുള്ള പദം വരുമ്പോൾ നമ്മൾ ഇത് ഞെട്ടാതെ, അതുപോലെ തെറ്റിച്ചു പറയാതെ, സഹപഠിതാവിലേക്ക് പോകാതെ സഹരക്ഷിതാവിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ അല്ലേ? വളരെ ലോലമായ ഒരു ചോദ്യം, വളരെ എന്താണ് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരാള് പോലും പറഞ്ഞില്ല എന്നുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ ആരെയും താഴ്ത്തിയതല്ല, കോൺഫിഡൻസ് കുറച്ചൊന്നും അല്ല. നമ്മൾ സ്വയം അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ പറയാൻ പറ്റട്ടെ. നമ്മളില് പരീക്ഷയ്ക്ക് ചോദ്യം ഇടുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ആ ഒരു രീതിയിലായിരുന്നു ഇട്ടത്. അഞ്ജലി ടീച്ചറെ ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ ഒരു രക്ഷിതാവിന്ന് കുട്ടി എന്തൊക്കെ ആഗ്രഹിക്കും? അശ്വതി ടീച്ചറെ. മ്യൂട്ടാ. സുരക്ഷിതത്വമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്, സുരക്ഷിതത്വം. പിന്നെ അവനൊരു എന്തിനും ചോദിക്കാനും പറയാനും ഉള്ള ഒരാളായിരിക്കണം. അവനൊരു വഴികാട്ടിയായിരിക്കണം. വഴികാട്ടി. പിന്നെ അതായത് പരിഗണന അല്ലേ? സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റണം, പരിഗണന കൊടുക്കണം. ഇനി ഒരെണ്ണം അഞ്ജൽ ടീച്ചർ പറയും, അല്ല അഞ്ജൻ ടീച്ചർ പറയും. ഭയരഹിതമായ എന്ത് കാര്യങ്ങളും പറയാനും സംസാരിക്കാനുമുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കേൾവിക്കാരായിരിക്കണം അല്ലെ? നല്ല കേൾവിക്കാരായിരിക്കണം. കുട്ടികളെ പിന്നെ എന്താണ് വെറുതെ അവരെ നമ്മൾ ഇങ്ങനെ അസസ് ചെയ്ത് അല്ലെങ്കിൽ മുൻധാരണയിൽ അവരെ വിധിക്കുമെന്ന് തോന്നാത്ത രീതിയിൽ ഭയരഹിതമായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറയാൻ കഴിയണം അല്ലെ? അവരുടെ ഒരു സുഹൃത്തായിരിക്കണം അല്ലെ? അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ മെന്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. സ്നേഹം, പരിഗണന, അതുപോലെ തന്നെ നല്ല ഒരു കേൾവിക്കാരനായിരിക്കുക, അതുപോലെ കുട്ടികളെ പരിഗണിക്കുക. ഓരോ കുട്ടികളോടും പ്രത്യേകം വാത്സല്യം കാണിക്കുന്ന ചില അധ്യാപകരുണ്ട്. അതാണ് നമ്മുടെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ അമ്മയാണെന്നുള്ളൊരു ഫീല് തന്നെ കൊടുക്കുക എന്നുള്ള രീതി പറഞ്ഞൂടെ? അതെ, അമ്മയാണ് അല്ലെ, എൻ്റെ കുഞ്ഞാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ആ കുട്ടിയോട് പെരുമാറുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇന്ന് ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ അതിനകത്ത് കുഞ്ഞിൻ്റെ ചേച്ചിയുടെ 2ാമത്തെ കുഞ്ഞ് എൻ്റെ അതേ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. അതായത് കുറച്ച് വികൃതിയും കാര്യങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തില.
തനി കാർബൺ കോപ്പിയാണ് എൻ്റെ. അപ്പോൾ ഒരു ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ടീച്ചർ പണ്ടേ കുറുമ്പിയാണല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒരു ബാക്ക് ബെഞ്ചറിനും അതുപോലെ തന്നെ പിന്നെ കുരുത്തക്കേട് കാണിക്കുന്ന ഒരാൾക്കും മാത്രമേ അങ്ങനെയുള്ളവരുടെ മനസ്സറിയാൻ പറ്റൂ, അല്ലേ? ഒരുപാട് അവഗണന കിട്ടിയ, അത് ബാക്ക് ബെഞ്ചർ ആയിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുരുത്തക്കേടൊക്കെ കാണിച്ചവർക്കേ അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. എന്ന് കരുതി നല്ലവരക്കാർക്കും പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ കണക്റ്റഡ് ആവും, അല്ലേ? നമ്മൾ കണക്ട് ചെയ്യും. എന്നെ ആ സമയത്ത് ഇങ്ങനെയൊന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയിങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? ആ ഒരു മനസ്സോടെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എന്ന് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഓരോ കുട്ടിയും നമ്മളാണെന്ന് തന്നെ കരുതി അവരെ കൊണ്ടുപോകണം. അടുത്ത ഒരു പോയിന്റ്, നമ്മളുടെ കുഞ്ഞുകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം എങ്ങനെ ആയിരിക്കുന്നു എന്ന് തന്നെ ചിന്തിച്ചു പോകണം. അതെ. അതുപോലെ അടുത്ത പോയിന്റ്, കുഞ്ഞുങ്ങളെ വ്യക്തികളായി പരിഗണിക്കണം. അത് ഓരോ മെന്ററും ചെയ്യേണ്ട കാര്യം. ഇതൊന്നും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മെന്റർ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് ഒരു പുസ്തകം കൊണ്ടൊന്നും നിർവചിക്കാൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ പല പോയിന്റുകൾ വരും. അപ്പോൾ ഒന്ന്, മെന്റർ എന്ന് പറയുമ്പോൾ എല്ലാം ആയിരിക്കണം. സഹരക്ഷിതാവ് എന്നുള്ളത് നമ്മൾ എടുത്ത് ആ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു അധ്യാപകനിൽ കൽപ്പിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് പറയാം. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നമുക്ക് അവിടെ ഉത്തരമായിട്ട് പറയാൻ പറ്റണം. ഒന്ന്, കുട്ടിയെ വ്യക്തിയായി പരിഗണിക്കൽ എന്ന് പറയുമ്പോഴേ അവിടെ ഒരു ഇംപ്രഷൻ വരും. കുട്ടികളെ വ്യക്തികളായി പരിഗണിക്കുന്നവർ കുറവാണ്. അതായത് അവർക്കും അഭിമാന ബോധമുണ്ട്, അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അവരുടെ ഇഷ്ടങ്ങളുണ്ട്, അവരോട് അനുവാദം ചോദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുക, നമ്മളപ്പോ നോക്കുന്നത് ജനപ്രതിനിധികളുടെ സൗകര്യവും ഒക്കെയാണ്. ഒരു കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും വരാൻ പറ്റുന്ന സാഹചര്യമാണ്, പക്ഷെ ഒരു കുട്ടിക്ക് ആ ദിവസം വരാൻ പറ്റില്ല. ആരെങ്കിലും പരിഗണിക്കുമോ അവനെ? ആരെങ്കിലും പരിഗണിക്കോ? നീ വരത്തില്ലോ എന്നിങ്ങനെ ചോദിക്കത്തേ ഉള്ളൂ. നമ്മൾ പക്ഷെ എന്താ ചെയ്യേണ്ട, അവന് വിഷമം വരുമായിരിക്കും. അവന്റെ കൺവീനിയൻസ് അനുസരിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഉൾപ്പെടുത്താൻ പറ്റുന്നത്, ചിലപ്പോൾ നമുക്ക് എല്ലാരെയും എല്ലായ്പ്പോഴും നോക്കാൻ കഴിയുമോ എന്നുള്ളതല്ല, പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത് മുഴുവൻ കുട്ടിയുടെയും സൗകര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ സൗകര്യത്തിന് കിട്ടുന്ന ആള് മതി അവിടെ. ജനപ്രതിനിധി ആയാലും വലിയ ഗസ്റ്റുകളായാലും അവരുടെ സൗകര്യത്തിന് കിട്ടുന്നവർ മതി എന്ന് വെക്കാൻ നമുക്ക് പറ്റണം. അവരെ പരിഗണിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുഞ്ഞുങ്ങളാണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന ആ കുഞ്ഞുങ്ങളാണ്, പക്ഷെ അവര് വ്യക്തികളാണെന്ന് പരിഗണിക്കുക. ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു സ്കൂളില് പിന്നെ ഒരു കുഞ്ഞ് ക്ലാസ്സിൽ ഛർദിച്ചതിൻ്റെത് നിങ്ങൾ കണ്ടായിരുന്നോ? കുട്ടി കണ്ടായിരുന്നു. കണ്ടു. ഞാൻ പറയാം. ഒരു കുട്ടി ക്ലാസ്സിൽ ഛർദിച്ചു. 5-6 വയസ്സുള്ള കുട്ടികളൊക്കെ ഉള്ള 1ാം ക്ലാസ് എന്തോ ആണ്. ക്ലാസ്സിൽ ഛർദിച്ചപ്പോ അധ്യാപികയുടെ ഡ്രസ്സിലും ഒക്കെ വീണു. അപ്പൊ അധ്യാപിക കുഞ്ഞുങ്ങളോട് പറഞ്ഞു മണ്ണ് വാരിയിടാൻ, ഛർദിലിൽ മണ്ണ് വാരിയിടാൻ പറഞ്ഞു. കുട്ടികൾ അത് ചെയ്തു. വാർത്ത പുറത്തു വന്ന രീതിയാണ്, എനിക്കറിയില്ല, നമുക്ക് ആർക്കും സത്യാവസ്ഥ അറിയില്ല. മണ്ണ് വാരിയിടാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ മണ്ണ് വാരിയിട്ടു. അതിനുശേഷം ഒരു കുട്ടിയോട് പറഞ്ഞു ഇത് കോരിക്കളയാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ ആദ്യം ആ കൊച്ചു ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്ത ശേഷം കുട്ടിയെ കൊണ്ട് അത് കോരിപ്പിച്ചു. കുട്ടി അത് കോരിക്കളഞ്ഞു. മറ്റ് രക്ഷിതാക്കള് വഴി വീട്ടിൽ അറിഞ്ഞപ്പോൾ അത് പ്രശ്നമായി. സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് ടീച്ചറിന് അനുകൂലമായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ആ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ TTCക്ക് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കള്ളം വന്ന് എത്തി നോക്കുന്നു കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് സൈഡിൽ ഇങ്ങനെ വരുന്നു, അതുകൊണ്ടാണ്. അപ്പം TTCക്ക് ഇങ്ങനെ പഠിച്ചെടുത്ത പ്രിൻസിപ്പൽ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ സാധ്യതയുണ്ട്, ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അത് വരുന്നത് വരെ അല്ലെങ്കിൽ PTCM വരുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അതപ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതെങ്ങും എഴുതി വെച്ച കാര്യമാണോ എന്നൊന്നുമല്ല, നമ്മൾ അത് ചെയ്തേ പറ്റൂ. നമ്മുടെ കുഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യില്ലേ? ഞാനൊക്കെ കുഞ്ഞുങ്ങളെ പല്ല് തേപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ പല്ല് തേക്കാതെ വരുന്ന ഒരു കൊച്ചുണ്ട്. ഉപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്, മുടി വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ
പിന്നെ ഈ കുഞ്ഞ് ഛർദിച്ചു, എന്തായിരുന്നു ടീച്ചർ ചെയ്യേണ്ടത്? ഇതെല്ലാം ചോദ്യമായിട്ട് വരാം. ജോളി ടീച്ചറെ എന്തായിരുന്നു ചെയ്യണ്ടേ? ഈ അധ്യാപികയ്ക്ക് കഴിയുമെങ്കിൽ അത് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം എന്റെ കുട്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യില്ലേ. മറ്റു കുട്ടികളെ കൊണ്ട് മണ്ണ് വാരി ഇടിയിപ്പിച്ചത് ശരിയാണോ? അല്ല, ശരിയല്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് ടീച്ചർ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങൾ പക്ഷെ ഇഷ്ടത്തോടെ വരികയാണ്, ടീച്ചറെ ഞങ്ങളും ഇന്ന് ഒരു പിടി മണ്ണ് അവരൂടെ വാരിയിട്ടു, കുഴപ്പമില്ല. പക്ഷെ അത് പരാതിയായിട്ട് വരുന്നത് എപ്പോഴാണ് സുധിനി ടീച്ചറെ? നമ്മൾ നിർബന്ധപൂർവ്വം നിർബന്ധിച്ചത് ചെയ്യുമ്പോഴാണ് ടീച്ചറെ. നിർബന്ധിച്ച് പരാതിയായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇഷ്ടമല്ലാതെയും ടീച്ചർ മാതൃക കാണിച്ചു കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് മാത്രം ചെയ്യിക്കുമ്പോഴുമാണ് അങ്ങനെ പ്രശ്നം പരാതിയായിട്ട്. അവിടെ അവർ അല്ല, നമ്മൾ അത് ചെയ്യുമ്പോഴേ ചില കുഞ്ഞുങ്ങൾ അത് കണ്ടോണ്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതെ, വരും. അപ്പൊ വേണമെങ്കിൽ അവര് ചെയ്യിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം. അതെ അതെ. പിന്നെ നമ്മൾ ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു അധ്യാപിക ചെയ്യാത്തൊരു കാര്യം കുട്ടിയോട് ചെയ്യാൻ ഒരിക്കലും പറയരുത്. അധ്യാപിക ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അത് ചെയ്യാം, കൂടെ കൂടാം. ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിച്ചപ്പോൾ ചില ക്ലാസ്സുകളിൽ രക്ഷിതാക്കൾ പരാതി പറയുമായിരുന്നു, എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് തൂക്കാനല്ല എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ് ക്ലീൻ ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഫണ്ടൊക്കെ, എന്ന് വെച്ചാൽ മാനേജ്മെന്റ് സ്കൂളാണെങ്കിലും ഞങ്ങൾ ക്ലാസ്സിൽ നമുക്ക് എല്ലാത്തിനും പരിമിതിയുണ്ട്. ഒരു ക്ലാസ് ഫണ്ട് വാങ്ങിയിരുന്നു. അത് ഇതൊക്കെ എന്താ നിയമപരമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലാസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധിത ഫണ്ടൊന്നും ആയിരുന്നില്ല. അവനവന് പറ്റുന്ന പോലെ ഒരു ഫണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്തത് ചൂല് വാങ്ങി, അതായത് ചെറിയ ചൂല്, കുറ്റിച്ചൂലൊന്നും അല്ല, നമ്മൾ വീട്ടിൽ തൂക്കുമല്ലോ, നല്ല നീളമുള്ള ചൂല്, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, അതായത് പീരീഡ്സ് ഒക്കെ ഉള്ള പെൺകുട്ടികൾ കാണും, അവർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ. അതുപോലെ ആൺകുട്ടികളെ ചൂല് തൊടാൻ സമ്മതിക്കാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ ഈ പ്രവർത്തനം കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ തൂക്കും, അവരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ്സിൽ അങ്ങനെ ഒരു പരാതിയേ വന്നിട്ടില്ല. അതുമല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രക്ഷിതാക്കളോട് എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം. ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അവരിരുന്നത് കൊണ്ടാണ്, നമ്മുടെ സമൂഹത്തിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളവരാണ്, നമ്മൾ ഇരിക്കുന്ന ഇടം വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുള്ള ആശയമാണ് അതല്ലേ. അപ്പൊ അത് ക്ലാസ് റൂമിൽ അത് കാണിച്ചു കൊടുത്താലേ അവർക്ക് വീട്ടിലേക്ക് അതിനെ പകർത്താൻ കഴിയുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ ചൂലെടുക്കാൻ അറിയാത്ത ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെക്കാൾ നിർബന്ധിതമായി ആൺകുട്ടികളെ കൊണ്ട് തൂപ്പിച്ചിരുന്നു. നിർബന്ധിതമായി എന്ന് പറയുമ്പോൾ നീ അത് ചെയ്തേ പറ്റൂ, അല്ല അടിക്കുമെന്നല്ല, നിങ്ങൾ അത് ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി ആ കുട്ടികൾ അത് ചെയ്യുമായിരുന്നു. അതുപോലെ ഈ പീരീഡ്സിന്റെ കാര്യമൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുമായിരുന്നു. ഞാൻ അവരോട് പറയുമായിരുന്നു, ഇങ്ങനെ പെൺകുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്ലാസ്സിലെ പല പ്രശ്നങ്ങളും ഈ തുറന്നു പറച്ചിലുകളിലൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആ ക്ലാസ്സിൽ ഇവിടെ ഇത് പരാതിയായി വരാൻ കാരണം, ഒന്ന് ജാതിയുടെ പേര് വരെ പറഞ്ഞു, താഴ്ന്ന ജാതിയിലെ കുട്ടി ആയതുകൊണ്ടാണ് ജോലി എടുപ്പിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ആ രക്ഷിതാവിനെയും കുട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് ടീച്ചറിന്റെ പെരുമാറ്റം ഉണ്ടായിപ്പോയത്. ഈ ഇൻസിഡന്റ് പറയാൻ കാരണം, നാളെ നമ്മൾ സ്കൂളിലേക്ക് പോകാനുള്ളതാണ്. ഈ സംഭവം നടന്നത് കൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ചോദ്യമായിട്ട് വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതെവിടെയാണെന്ന് ചിന്തിക്കരുത്. അതാണ് ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിനെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, ശാരീരിക ബുദ്ധിമുട്ടുള്ള സമയമാണ്, അവരെ അറിയിച്ചെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും അലേർട്ട് ആയിരിക്കണം. കാരണം ഇപ്പോൾ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിൽക്കാനോ തിരിയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്താലും പരാതിയാണ്. അവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, വീട്ടിലെ രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരെയാണ് ലോകമെന്ന് കരുതി ജീവിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മളും. അതെ, ഞാനും ഒരു രക്ഷിതാവാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ എൻ്റെ ലോകമാണ് എൻ്റെ മകനെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതേപോലെ സ്നേഹിക്കുന്ന, അതേപോലെ കരുതുന്നവരാണ്. അപ്പോൾ ആരും നുള്ളി നോവിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ആ ബോധ്യത്തോടെ വേണം നമ്മൾ നോക്കാൻ. ഇതൊക്കെ, ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കുട്ടികൾ ലോകമായി കാണുന്ന രക്ഷിതാക്കളാണ്, അങ്ങനെ വളരുന്ന കുട്ടികളാണ്, അവരാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ നമ്മൾ വ്യക്തികളായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്.
പിന്നെ രക്ഷിതാക്കളെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ രക്ഷിതാവായി തന്നെ നമ്മൾ പെരുമാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു. ആ കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളാണ് അതിന് കാരണമെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ ഏത് തരത്തിൽ അതിൽ ഇടപെടും? എങ്ങനെ ഇടപെടും? എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? അല്ലെങ്കിൽ വളരെ മദ്യപാനിയായ ഒരു അച്ഛൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ ഭർത്തൃ വിഷയങ്ങൾ രൂക്ഷമായിട്ട് നടക്കുന്നു. എങ്ങനെ നിങ്ങൾ ആ കുട്ടിക്ക് സമാധാനം കൊടുക്കത്തക്ക രീതിയിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക? ആര്യ ടീച്ചർ പോയോ? ഇല്ല ടീച്ചറെ, ഉണ്ട്. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ ഞാൻ അങ്ങനെ പോയത്. ഓക്കെ. ചോദ്യം കേട്ടോ? ആദ്യം തന്നെ ആ കുഞ്ഞിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം മറ്റു കുട്ടികൾ കേൾക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്. പിന്നെ സ്നേഹത്തോടു കൂടി അവനെ അടുത്ത് വിളിച്ച് ഓരോ കാര്യങ്ങൾ തിരക്കുകയാണെങ്കിൽ അവൻ ആദ്യം മടിക്കുമായിരിക്കാം, എന്നാലും നമ്മൾ കുറച്ച് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ കുഞ്ഞിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ എല്ലാ കാര്യവും തുറന്നു പറയും. ഓക്കെ. ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അവിടെയും നമ്മൾ പറഞ്ഞ പോലെ നല്ല കേൾവിക്കാരന്റെ ഗുണം കാണിക്കുക അല്ലേ? അവന് പറയാനുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഒരു കുട്ടി പറയാൻ ഇപ്പൊ ഇത് ഒരു കുട്ടിയുടെ കേസ് അല്ലേ, അപ്പൊ നമ്മൾ മനഃശാസ്ത്ര സൈക്കോളജിക്കൽ പറയുവാണെങ്കിൽ നമ്മളൊരു കേസായിട്ട് തന്നെ എടുത്ത് തന്നെ പറയേണ്ടി വരത്തില്ല. ആ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള അപ്പൊ കേസ് സ്റ്റഡി അല്ലേ അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ സാധാരണയായി കേസ് സ്റ്റഡിയിലേക്ക് പോവുക. വളരെ ബുദ്ധിമുട്ട് കാണിക്കും. നമുക്കിപ്പോ എല്ലാ കുഞ്ഞുങ്ങളിലും കേസ് സ്റ്റഡി നടത്താൻ കഴിയില്ല, അതിന്റെ ഒരു ആവശ്യം വരില്ല. അപ്പോൾ അത് കേസ് സ്റ്റഡി വരാം. എങ്ങനെയാണ്? വലിയൊരു വിഷയമാണ്, ആ കുട്ടിയെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ന് കണ്ടാൽ തീർച്ചയായും കേസ് സ്റ്റഡി എന്നുള്ള രീതിയെ ഒന്ന് പറഞ്ഞോട്ടെ. ആ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള കുഴപ്പമാണെങ്കിൽ നമുക്ക് ആ കേസ് സ്റ്റഡി ചെയ്യാം. കാരണം ആ കുഞ്ഞ് മുന്നേ എങ്ങനെ ആയിരുന്നു എന്ന് സ്കൂൾ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു കുഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് അടുത്ത് വിളിച്ച് അവനെ കുറച്ച് സ്നേഹത്തോടു കൂടി എന്താണ് കാര്യമെന്ന് തിരക്കുക. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ടീച്ചറെ, ഇപ്പൊ സ്ഥിരമായിട്ട് താമസിച്ചു വരുന്ന ഒരു കുട്ടി, അതിന് നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും. അതായത് തുടർച്ചയായി കുറച്ച് കാലങ്ങളായി ഒരേ രീതിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു കുട്ടിയെ അലട്ടുന്നതായി നമ്മൾ കാണുമ്പോഴാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുക? കേസ് സ്റ്റഡി നടത്തുക. ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനി കേസ് സ്റ്റഡി ടോപ്പിക്കായിട്ട് എടുക്കുമ്പോൾ അതിന്റെ സ്റ്റെപ്പുകൾ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അഞ്ജലി ടീച്ചറൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? സ്റ്റെപ്പുകളായിട്ട് പഠിച്ചിട്ടില്ലേ കേസ് സ്റ്റഡി? മധുസാറൊക്കെ? ഓക്കെ. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും കേട്ടോ. മധുസാറൊക്കെ വരുന്നതിന് മുമ്പ് സാറിന്റെ ശിഷ്യരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. എല്ലാവരും എല്ലാവർക്കും ഒന്ന് വായിച്ച് റെഡി ആയിട്ടിരുന്നോ? അപ്പോൾ പിന്നെ കേസ് സ്റ്റഡി എന്നുള്ള ആശയം പറഞ്ഞു. നമുക്ക് ഒരു കുഞ്ഞൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഒന്ന് വിൻസെന്റ് ടീച്ചർ പറഞ്ഞ പോലെ മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ. അതിനു മുമ്പ് നമ്മൾ അവന്റെ വിശ്വാസം നേടിയെടുത്തേ പറ്റൂ. ഒരു കുട്ടി പറയുന്ന കാര്യങ്ങൾ ടീച്ചറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. ഒരിക്കലും നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ സ്റ്റാഫ് റൂമിൽ ചർച്ചയാക്കരുത്. സ്റ്റാഫ് റൂമിൽ ടീച്ചറെ ഈ പറഞ്ഞ വിഷയം എനിക്ക് ക്ലാസ് റൂമിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ടീച്ചറെ. ടീച്ചർ ഇപ്പൊ ചോദിച്ച ഞാൻ ഗവൺമെന്റ് LPS അടുത്തുള്ള ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് മോൻ. അവൻ എന്നും ക്ലാസ്സിന് വരുമെങ്കിലും എപ്പോഴും ഉറക്കവാ. അവന് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കളിക്കുന്ന രീതിയിൽ മാത്സ് പഠിപ്പിച്ചു തുടങ്ങി. എന്നിട്ടും അവന് കളിക്കുന്നതിനിടയ്ക്ക് അവൻ ഉറങ്ങിപ്പോകും. അങ്ങനെ സ്ഥിരം ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ അവനെ ആരുടെ മുമ്പിൽ വെച്ചും ഒന്നും പറയത്തില്ല. പക്ഷെ അവനെ ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ അവന് ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു ടീച്ചറെ. അപ്പൊ ചോക്ലേറ്റ് കൊടുത്താലും ഒന്നിനും അവൻ സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് അടുത്ത PT അടുത്തിരിക്കുന്ന സമയമല്ലോ, അപ്പൊ അടുത്ത PTക്ക് നമ്മളൊരു സ്കിറ്റ്, 1ാം ക്ലാസ്സിലെ കുഞ്ഞാണേ. അപ്പോൾ അടുത്ത PTക്ക് നമ്മുടെ ഒരു ഇംഗ്ലീഷായിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഒരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്, മോനാണ് അതിനകത്തെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു മൗസിന്റെ ഒക്കെ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ
മോൻ അതിനകത്ത് ഏത് ക്യാരക്ടർ വേണം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് ആരും ആവണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആരും ആവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോന് ഇതിനകത്ത് ഏറ്റവും മെയിൻ ക്യാരക്ടറാ തരാൻ പോകുന്നത്, മോന് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലാസ് റൂമിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികളാകുമ്പോൾ അവർക്ക് എഴുതിയിടാൻ അറിയില്ല, അവരുടെ പേര് എഴുതിയിടുക. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോൾ അവരെ തനിച്ച് വിളിച്ചിട്ട് അവിടെ കുട്ടി പാർക്കുണ്ട്, അപ്പൊ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ചോദിക്കും. അങ്ങനെ അപ്പൊ അവൻ ഒരു ദിവസം അവന്റെ പേര് എഴുതിയിട്ട് ഞാൻ ഒരുപാട് ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നേ. ഒരുപാട് ഞാൻ അവന് സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ എന്നിട്ടും അവനൊന്നും എന്നോട് ഓപ്പൺ ആയേ ഇല്ല. അവനോട് ചോക്ലേറ്റ്സ് കൊടുക്കുക, അതുപോലെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവനെ എന്റെ അടുത്ത് കൊണ്ടിരുത്തും. അവൻ കഴിക്കാറില്ലായിരുന്നു, അപ്പൊ എന്റെ അടുത്തിരുത്തും, ഞാൻ എന്റെ പാത്രത്തിൽ നിന്ന് അവന് ഫുഡ് കൊടുക്കും. ഇപ്പൊ രാവിലെ അന്ന് പ്രഭാത ഭക്ഷണം ഒന്നും ഉള്ള ഒരു സമയമല്ല. അങ്ങനെയൊക്കെ കൊടുത്ത് ഒത്തിരി അടുത്തതിന് ശേഷമാണ് അവൻ അവന്റെ പേര് എഴുതിയിടുന്നത്. എഴുതിയിട്ടിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അവന് അച്ഛനെ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കും. അപ്പം അമ്മയും ഈ കുഞ്ഞും കൂടി അടുത്തുള്ള ഈ ചേനയൊക്കെ നട്ടിട്ടുള്ള ഒരു പറമ്പുണ്ട്, അപ്പൊ അതിന് ചെവിട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവന് രാവിലെ വരെ ഉറങ്ങുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ആ മോൻ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഒത്തിരി ചോദിച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അവന് പറയാൻ പേടിയാ, കാരണം പുറത്തിറങ്ങിയ അമ്മയെ അച്ഛൻ കൊല്ലും, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാന് HM നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ടീച്ചറിനോട് ഷെയർ ചെയ്തു. ടീച്ചറിനോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാം, കാരണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ. അവിടെ ഒരു HM ടീച്ചർ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു നമുക്ക് ആളെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പുള്ളി നല്ല വിറ്റായിരുന്നു. ഒത്തിരി ഞങ്ങളെ രണ്ടുപേരും ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു, നിങ്ങൾ സ്കൂളിലെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ 1-2 തവണ ഞങ്ങൾ അടുത്ത് ചെന്നു, സംസാരിച്ചു ഒക്കെ കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് ആ സ്കിറ്റ് ഞങ്ങൾ ചെയ്യിച്ചു. അത് വീഡിയോ എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു കൊടുത്തു. മോന് നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു. അവനിപ്പം +2 പഠിക്കുവാണ്, കൊട്ടാരക്കര സ്കൂളിലുണ്ട്, മിടുക്കനാണ്. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും, സ്കിറ്റിനൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ടീച്ചർ എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അതെ അതെ, സുധിനി ടീച്ചർ നല്ലൊരു അധ്യാപികയാണെന്നുള്ളതിന്റെ തെളിവാണ് അത് കേട്ടോ. അപ്പം ആ കുഞ്ഞ് അച്ഛന്റെ മദ്യപാനം മാറിയോ ടീച്ചറെ? ഞങ്ങൾ ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, മാറി. പുള്ളി നല്ലതായി. ഇപ്പം 3-ാമതൊരാൾ കൂടി ഉണ്ട്, ഒരു പാവമുണ്ട്, വീട്ടിലെ കാര്യമൊക്കെ നോക്കുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഒരുപാട് ഞാൻ ശരിക്കും എനിക്ക് വരെ കണ്ണു നിറഞ്ഞ ഒരുപാട് അനുഭവം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മ പ്രഗ്നന്റ് ആയതിനു ശേഷമൊക്കെ എന്നെ കാണാൻ വേണ്ടി ഞാൻ ഈ 2 തവണ പ്രഗ്നന്റ് ആയപ്പോൾ എന്നെ ഒരിക്കലും ഹസ്ബൻഡ് ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരികയും കാണുകയും ഒക്കെ ചെയ്തു. നല്ല കെയറിങ് ആണെന്നൊക്കെ പറഞ്ഞു. നല്ല മാറ്റമുണ്ട്, മാറി, പുള്ളി നിർത്തി എന്ന് തന്നെ പറയാം. അതാണ് ഞാനല്ല ശരിക്കും, കാരണം ആ HMന്റെ ഒരു സപ്പോർട്ട് കൂടിയാണ് കേട്ടോ. അപ്പൊ ടീച്ചറിന്റെ അനുഭവം ഈ ചോദ്യത്തിന് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ടീച്ചർ ചെയ്ത രീതികൾ. അതായത് ഒന്ന്, ക്ലാസ് റൂമിൽ അങ്ങനെ ഒരു ബോക്സ് വെച്ചത്, കുട്ടീനെ എനിക്കൊക്കെ ഞാൻ എന്റേത് പറയുന്നത് എനിക്ക് എന്നെയല്ലേ അറിയാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളുടെ മുഖം നോക്കിയാൽ, കണ്ണ് നോക്കി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അവര് വിഷമത്തിലാണോ. അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. അവര് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ്. ഇപ്പൊ അഞ്ജലി ടീച്ചർ പല പ്രാവശ്യം ക്ലാസ്സിൽ ഇരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അഞ്ജലി ടീച്ചർ ഇടയ്ക്കൊക്കെ എവിടേക്കോ ഇങ്ങനെ പോയി വന്നിട്ടുണ്ട് മൈൻഡ്. അപ്പൊ ആ ഒരു രീതിയിൽ അഞ്ജലി ടീച്ചറിനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ അത് പറഞ്ഞത് ഇതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ കുറച്ചുകൂടെ ലൈവായിട്ട് കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോ ആ ബോക്സ് വെച്ചില്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ സ്കൂളിലെ ഓരോ കാര്യങ്ങളാണ് ആലോചിച്ചത്. കാരണം കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ, ജാതി വിവേചനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സ്കൂളില് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം രക്ഷിതാക്കൾ പറയുന്ന പല കാര്യങ്ങളും നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അധ്യാപകർ എന്ന രീതിയിൽ. നമുക്ക് ചില കാര്യങ്ങൾ ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന സത്യമാണെന്ന് ഞാൻ ആലോചിച്ചതാ ഓരോ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയപ്പോ. അതെ അതെ, ഓരോന്നും പറയാം. കാര്യം ഈ അനുഭവങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അപ്പോഴേ പറയണം. അതെല്ലാവരും, കാര്യം ഇവിടെ ടീച്ചിങ് അനുഭവം ഇല്ലാത്തവരുണ്ട്. അതുപോലെ പിന്നെ ജോളി ടീച്ചറൊക്കെ അല്ലാതെ കോൺവെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ കുറേയും കൂടി ഡിസിപ്ലിൻ ആണ്. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രശ്നങ്ങൾ അങ്ങനേ ആയിരിക്കില്ല. അവിടെ ഇല്ലെന്നല്ല, ഗവൺമെന്റ് സ്കൂളില് ദരിദ്രരായ കുട്ടികൾ മുതൽ ഹൈ ക്ലാസ് ആളുകൾ വരെയും വരുന്നതാണ്. അപ്പം ഇവിടുത്തെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. അത് ചെന്ന് നേരിട്ട് അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും.
പറഞ്ഞ എല്ലാം തിരിച്ചെടുക്കുന്ന, നമ്മൾ ഉൾട്ട അടിക്കുക നമ്മൾ പറയുന്ന കണക്ക് എല്ലാം തിരിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സ്നേഹത്തിന്റെ വഴി. നമ്മൾ ചെന്ന് അവരുമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇടപഴകി, ഒരു കുഞ്ഞൊരു ദിവസം വന്നില്ലെങ്കിൽ എത്ര അധ്യാപകർ വിളിച്ചു ചോദിക്കും. ഞാനൊക്കെ അറ്റൻഡൻസ് എടുത്തിട്ട് ഞാൻ വിളിക്കുമായിരുന്നു, ഓരോരുത്തരെ വിളിച്ചിട്ടേ ഉള്ളൂ അടുത്തത്. അപ്പം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ച് ഞാൻ ഷൗട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രക്ഷിതാവിനോട്. കാര്യം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ വന്നു എന്ന് എന്താ ഉറപ്പ്? ഞാൻ അറിഞ്ഞെങ്കിലല്ലേ എന്നോട് പറയണ്ടേ, പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ അങ്ങനെ വലിയ വിഷയം വിവാദങ്ങൾ ആയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഏറ്റവും ഒടുവില് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് മനസ്സിലാക്കി. ഒരു മുതിർന്ന കുട്ടികളും കൂടി ആവുമ്പോൾ അവര് വീട്ടിൽ നിന്ന് പോകുന്നു, യൂണിഫോം ഇട്ട് പോകുന്നു. സ്കൂളിൽ വന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വരാത്ത ദിവസങ്ങളിൽ കൃത്യമായി വിളിച്ചു പറയുന്ന പേരന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് രക്ഷിതാവ് വിളിച്ചു പറഞ്ഞാൽ ഓക്കെ, വിളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി, അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴാണ് ആ ഒരു പേരന്റ് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. അതുപോലെ സംഭവിച്ചു. ഒരിക്കല് ഈ കുട്ടി പറയാതെ അങ്ങ് പോയി. അന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു ആദ്യം പറഞ്ഞപ്പോ ഈ ജാതിയുടെ പേര് വരെ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ വരെ അവര് നമ്മളെ പറഞ്ഞു കുറ്റപ്പെടുത്തി. ഏറ്റവും ഒടുവില് അവര് തന്നെ അനുഭവം കൊണ്ട് ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ ഒന്ന് രക്ഷിതാവുമായിട്ട് നല്ല ബന്ധം അധ്യാപിക സ്ഥാപിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മുടെ സ്നേഹമുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അതുപോലെ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുക. അടുത്തത് കുഞ്ഞിന് വിശ്വാസം തോന്നണം. കുഞ്ഞിന് വിശ്വാസം തോന്നിയാൽ മാത്രമേ സുദിന ടീച്ചർ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ആ കുട്ടി ഒടുവിൽ സംസാരിച്ചത്. ടീച്ചർ ഇത്രയും കുട്ടികളുമായിട്ട് അടുത്തിട്ട് പോലും അവൻ പറഞ്ഞില്ല എന്നുള്ളതാണ് അവന്റെ ഉള്ളിലെ ഭയം. അമ്മയേക്കാൾ വലുതല്ല ടീച്ചർ, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് അവൻ ഇത്രയും അടുപ്പം കാണിച്ചിട്ട് പോലും പറഞ്ഞില്ല. അപ്പോ മറ്റുള്ള അധ്യാപകരോട് കുട്ടികൾ മനസ്സ് തുറക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു. അവരുമായിട്ട് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളുമായിട്ട്, മറ്റു കുട്ടികളോട് ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു മനഃശാസ്ത്രജ്ഞ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഒരു അധ്യാപകൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് കുട്ടിയുടെ അവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സുദിന ടീച്ചറൊക്കെ എന്താ ചെയ്തത്? ടീച്ചർ നേരെ ടീച്ചറിന്റെ HM-നോട് പറഞ്ഞു, ഒരു അധ്യാപികയ്ക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല. തീർച്ചയായും HM അറിയണം. HM-ന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. HM-നോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് രക്ഷിതാവിനോട് ഡയറക്റ്റ് നമ്മൾ ഇടപെട്ട് സംസാരിക്കണം. ക്ലാസ്സിലെ കാര്യം മാത്രമല്ല, ജീവനുള്ള ഫയലുകളാണ് കുട്ടികളെന്ന് പറയില്ലേ. ക്ലാസ്സിലെ കാര്യങ്ങൾ മാത്രമല്ല, ക്ലാസ്സിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അതാണ് നമ്മൾ മെന്ററാണ്, സഹരക്ഷിതാവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ രക്ഷിതാക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ആദ്യം അവര് മാത്രമായി സംസാരിക്കണം. കുട്ടിയെ ഇരുത്തി സംസാരിക്കരുത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. കുട്ടിയുടെ അവസ്ഥ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനുശേഷം കുട്ടിയെ കൂടി ഇരുത്തി അവന് ഭയരഹിതമായിട്ടെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി അവനെല്ലാം തുറന്നു പറയാനുള്ള അവസരം കൊടുത്ത് ആ കുഞ്ഞു മനസ്സിലൊക്കെ വെക്കുന്ന ഭാരം നമ്മൾ ചിന്തിക്കും കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. അവര് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചില്ലെങ്കിൽ അത് ജീവിതാവസാനം വരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അപ്പൊ അത് കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി രക്ഷിതാവിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യണം. ഇപ്പൊ സുദിന ടീച്ചറൊക്കെ പറഞ്ഞ കോപ്പറേറ്റ് പോലും ചെയ്യാൻ ഒരു തരത്തിലും പറ്റാത്ത ഒരാളെയാണ് അവര് ഹാൻഡിൽ ചെയ്തത്. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനപ്രതിനിധികളുടെ സഹായവും പോലീസിന്റെ സഹായവും ഒക്കെ നമ്മൾ തേടേണ്ടി വരും. നമ്മൾ അതൊക്കെ ചെയ്തേ അങ്ങേയറ്റം പോയി ആ കുഞ്ഞിനെ അവന്റെ പ്രശ്നം പരിഹരിച്ചിട്ടേ നമ്മൾ തിരിച്ചു വരാവൂ. ഇതൊന്നും നിന്റെ പ്രശ്നമല്ലല്ലോ എന്ന് പറയാൻ ഒരുപാട് പേര് കാണാം. അതൊന്നും കേൾക്കരുത്. അതിനൊന്നും പറ്റത്തില്ലെങ്കിൽ ഈ ജോലിക്ക് പോകരുത്. പിന്നെ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഒന്ന്, ടീച്ചർ ഇപ്പൊ പറഞ്ഞു +2-നായി ആ കുഞ്ഞെന്ന് പറഞ്ഞു. മരിച്ചാലും ആ കുട്ടി ടീച്ചറിനെ മറക്കത്തില്ല, ആ രക്ഷിതാക്കളും മറക്കില്ല. ഇനി എന്ത് കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയൊരു അവാർഡാണ് ആ കുട്ടി. ഇതുപോലെ ഞാൻ പറഞ്ഞു, ഒരു സംഭവം, ഒരു തെറ്റൊരു കുഞ്ഞിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ നമ്മളത് സ്റ്റാഫ് റൂമിൽ ഡിസ്കസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു പഠന അനുഭവം, വലിയ സ്കൂളുകളിൽ, ഏത് സ്കൂളാണോ എന്താണോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ
അവിടുത്തെ ക്ലാസ് ടീച്ചർ നിരന്തരം ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ പോവും. HM-നോട് ആ കുട്ടിയുടെ കുറ്റങ്ങൾ പറയും, രക്ഷിതാവിനെ വിളിപ്പിക്കും. എന്നും അതിന്റെ അച്ഛൻ വരും. സംഭവം കുട്ടിക്ക് പ്രണയമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക, അതിനെ തേജോവധം ചെയ്യുക. ഇത് പിന്നെ സ്റ്റാഫ് റൂമിലെ ഡിസ്കഷൻ ഒക്കെയാണ്. ഈ ടീച്ചറിന് കുറച്ചാൾ ലീവ് എടുക്കേണ്ടി വന്നപ്പോൾ അടുത്ത ഇയർ ക്ലാസ് ചാർജ് എനിക്ക് കിട്ടി. ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അങ്ങനെ ആ ക്ലാസ് ചാർജ് കിട്ടിയതിന് ശേഷം ഞാൻ ഈ കുട്ടിയുമായിട്ട് ആദ്യം ചെയ്തത് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്കൊരു ക്രഷ് തോന്നിയാലും എന്നോട് വന്ന് പറയും. ഈ പ്രശ്നങ്ങൾ കാരണം ഈ പെൺകുട്ടിയെ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയപ്പെട്ട ആൺകുട്ടി അങ്ങ് TC വാങ്ങി, അവന്റെ അമ്മ TC വാങ്ങി വേറെ സ്കൂളിലും ആക്കി. നല്ല അടുപ്പത്തിലെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, ടീച്ചറെ എനിക്ക് അവനെ കാണണം, എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരുമോ, പുസ്തകമെങ്കിലും ടീച്ചർ കൊടുത്തിട്ടില്ലല്ലോ, ഒന്നും അത് കൊടുക്കാൻ വിളിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ടീച്ചറിനോട് ക്ലാസ്സിലെ കൊച്ച് ഇത് വന്ന് പറയണമെങ്കിൽ എന്തുമാത്രം അവര് ഫ്രണ്ടായിട്ട് കണ്ടിട്ടായിരിക്കും. ടീച്ചർ ഒരു ദിവസം എനിക്ക് കണ്ടാൽ മതി, ഒറ്റ തവണ എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അവനെ വിളിച്ചു. പുസ്തകം കൊടുക്കാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അവനോട് ഞാൻ പറഞ്ഞു, മോൻ പുതിയ സ്കൂളിൽ പോവാണ്, ഇതൊക്കെ ക്രഷാണ്, പിന്നെ നിനക്ക് എന്നെ അറിയാം, ഇനി അതല്ല സീരിയസ് ആണെങ്കിൽ ഇതൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് ഇതേക്കുറിച്ച് അഭിസംബോധന ചെയ്യാറ്. നീ ഒരു കാര്യം ചെയ്യണം, അതിനോട് പറയണം, ഇതിപ്പം പഠിത്തത്തെ ബാധിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും വേണ്ട, ഇതിനെക്കുറിച്ചേ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് ഇത് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇവിടുന്ന് പോകണം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ആ കുഞ്ഞിന് പഠിക്കാനും പറ്റത്തില്ല. ഇവൻ പോയി, ഇവള് കാരണമാണോ TC വാങ്ങിയത്, 100 ചോദ്യങ്ങളാണ് അതിന്റെ മനസ്സിൽ. അപ്പോൾ ഈ പയ്യനും ഇതുപോലെ വന്ന് സംസാരിച്ച് റിയൽ ആണ്, ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഈ കുഞ്ഞ്, ടീച്ചറെ എനിക്കിപ്പോ സമാധാനമായി ടീച്ചറെ, എനിക്കിങ്ങ് ടെൻഷനായിരുന്നു, എനിക്കിങ്ങ് സമാധാനമായി ടീച്ചറെ എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് കാണാനോ പറയാനോ ഒന്നും ഒരു വഴിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിതെല്ലാം മറന്നു, രണ്ടുപേര് രണ്ട് വഴിക്ക് പോയി. അത് പിന്നീട്. പക്ഷെ ആ കുഞ്ഞനുഭവിച്ച മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ എപ്പോഴും കയറി ഇറങ്ങേണ്ടി വന്നു. അച്ഛൻ ഒരു നിസാര പ്രശ്നം, ഇതൊക്കെ ഇതിപ്പം LP ക്ലാസ് തൊട്ടേ ഉണ്ട് ഇതെല്ലാം. പിന്നെ അത് കുഞ്ഞുങ്ങൾ TV കാണുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ. ഇൻ കേസ് നമ്മൾ ഈ പറയുന്ന മോശപ്പെട്ട വീഡിയോസ് വരെ കാണുന്ന LP UP തലത്തിലെ കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടമാണിത്, ഫോണിന്റെ കാലഘട്ടം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് പോകേണ്ടവരാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ മെന്ററിൽ നിന്നാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ ഈ പല പ്രശ്നങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുക. എപ്പോഴും നമ്മൾ പറയേണ്ടതും ചെയ്യേണ്ടതും, വെറുതെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പറയുക എന്നല്ല, നമ്മൾ ചെയ്യേണ്ടതും അവരോടൊപ്പം നിന്ന് പരിഹാരം കാണുക. സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണമെങ്കിൽ അതും നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയണം, കൂടെ പോകാൻ കഴിയണം. ഇനി സങ്കലിത വിദ്യാഭ്യാസവും സംയോജിത വിദ്യാഭ്യാസവും തമ്മിൽ ഉള്ള വ്യത്യാസം, നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് ഇൻക്ലൂസീവ് എന്നാ നമ്മളൊക്കെ പറയാറ്. പക്ഷെ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ആരെങ്കിലും പറഞ്ഞോ, അറിയുന്ന ആരെങ്കിലും? അതിന്റെ ഡെഫിനിഷൻ പറയാൻ ഇത് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ ഈ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല പറയാനായിട്ട്. കാര്യം നന്നായിട്ട് അറിയാവുന്നതായിരുന്നു ഇത്. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ചേർന്ന് പഠിപ്പിക്കുന്നതാണല്ലോ സംയോജിത വിദ്യാഭ്യാസം. അത് സംയോജിതമാണോ സങ്കലിതമാണോ എന്നൊക്കെയാ എനിക്ക് അറിയേണ്ടത്. കൺഫ്യൂഷൻ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ എനിക്ക് അറിയാം, പക്ഷെ ഇവിടെ കിട്ടുന്നില്ല കാര്യം എന്താണ് തോന്നുന്നത്. എന്നല്ലേ ഞാൻ വേറൊരു ഹോം ഷെയർ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കണേ, കാണാൻ പറ്റുമോന്ന് പറയണേ. വാട്സപ്പിന്റെ ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല നേരത്തെ തന്നെ 1974 എന്തോ ആണെന്ന് നടപ്പിലാക്കി സങ്കലിതം, അങ്ങനെ എന്തോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ടീച്ചറെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ടീച്ചറെ ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞോ. ഈ സങ്കല്പ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളെ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തിയുള്ള ഒരു പഠനമാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മറ്റേ ഈ സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകമായിട്ട് അവരെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലായിരുന്നോ? അതെ, പ്രത്യേക സ്കൂളുകൾ അവർക്ക് വേണ്ടി അങ്ങനെ എന്തോ പ്രത്യേക ഒരു റൂമിലല്ലേ, റൂമില്. ഞാൻ പറയാം. ഇപ്പൊ നിങ്ങക്ക് സ്ക്രീൻ കാണാമോ? കുറെ വൃത്തങ്ങൾ കാണാം അല്ലേ? ഇത് അതുപോലെ പഠിച്ചു വെച്ചാൽ തിരിഞ്ഞു പോവില്ല. പ്രത്യേക സ്കൂള്, അതായത് നമുക്ക് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന 3 രീതികളാണ്. ഒന്ന്, ആ പ്രത്യേക സ്കൂളുകൾ, അതായത് നമ്മളുടെ സാധാ സ്കൂളും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകളും തമ്മിൽ വേർതിരിച്ച് 2ആയി കടന്നു പോകുന്നതാണ് പ്രത്യേക സ്കൂളുകൾ. അതൊരിക്കലും അൻഷി ടീച്ചറെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അതൊരിക്കലും നമ്മള് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അൻഷി ടീച്ചർ ഓക്കെ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല, ചില സമയങ്ങളിൽ നമുക്കത് ആവശ്യമായിട്ട് വരും. എപ്പോഴാണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഒരു നിശ്ചിത ശതമാനത്തിനപ്പുറം വൈകല്യമുള്ള കുട്ടികളുണ്ട് അല്ലെ? വൈകല്യം എന്ന് പറഞ്ഞുകൂടാ, ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഒരു ശതമാനത്തിനപ്പുറത്തേക്ക്, ആ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് പിന്നീട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. അതൊക്കെ എടുക്കാൻ നമുക്ക് അധ്യാപകർ, പ്രത്യേക സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകളുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് നടത്തുന്നതാണ് പ്രത്യേക സ്കൂളുകൾ. അടുത്തത് സംയോജിത വിദ്യാഭ്യാസം. സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാധാ സ്കൂളിൽ തന്നെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളും വരിക. പക്ഷെ അവർക്ക് അവിടെ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് പ്രത്യേക ക്ലാസ് മുറിയിൽ പ്രത്യേകമായിട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ഉള്ള പഠനമാണ്. അവർ ആ സ്കൂളിൽ ഉണ്ടെന്നേ ഉള്ളൂ. സ്കൂളിൽ, ഒരേ സ്കൂളില് അവരെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് സംയോജിത വിദ്യാഭ്യാസം. പക്ഷെ അവിടെയും അവർക്കൊരു വേർതിരിവല്ലേ അത്? പ്രത്യേക ഒരു ക്ലാസ് റൂം, അവിടെ അവരുടെ സ്പെഷ്യൽ ടീച്ചേഴ്സ്, BRC എന്നൊക്കെ വരുന്ന സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്. ഇവര് വരുന്നു, അവര് സഹായം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സംയോജിത വിദ്യാഭ്യാസം. എന്നാൽ സങ്കലിത വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സങ്കലിത വിദ്യാഭ്യാസം വന്നപ്പോ കണ്ടോ, ആ 2 വൃത്തങ്ങളും അങ്ങ് യോജിച്ചത് കണ്ടോ? ചെറിയൊരു വ്യത്യാസം എങ്കിലും ഉണ്ട്. ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മളെ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ സഹായത്തിനേക്കാൾ അപ്പുറം അവിടെ അനുരൂപീകരണമാണ്. അഞ്ജൽ ടീച്ചറിന് ഇപ്പൊ ഓർമ്മ വന്ന എന്തോ അനുരൂപീകരണം പറഞ്ഞോ? അനുരൂപീകരണം നടത്തിയ പാഠ്യപദ്ധതി, പാഠഭാഗങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ? പറഞ്ഞോ ടീച്ചറെ. എന്നോടാണോ ടീച്ചറെ? ആ, അഞ്ജലി ടീച്ചറിനോട്. ഇപ്പൊ കഴിഞ്ഞ പിള്ളേരോടാ ചോദിക്കുന്നേ. അതായത് CWS കുട്ടികൾക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അതിന്റെ ടേം എന്താ ടീച്ചറെ? അനുരൂപീകരണം തന്നെയാണ്. അനുരൂപീകരണം തന്നെയാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സംശയം കേട്ടോ. വിദ്യാലയത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോഴേ നമ്മളിപ്പോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്നുള്ള ലക്ഷ്യമല്ലേ? അപ്പൊ അത് സാധ്യമാക്കാൻ വേണ്ടി എല്ലാ പരിമിതിയുള്ള കുട്ടികളെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്കൂൾ, അതായത് മാനസികമായിട്ട് പരിമിതിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ, ഇപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും എല്ലാരെയും കൂടി ഉൾച്ചേർന്നുകൊണ്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള വിദ്യാലയത്തിൽ തന്നെ വിദ്യാഭ്യാസം നൽകുന്നതാണ് ഈ സങ്കലിത വിദ്യാഭ്യാസം. അങ്ങനല്ലേ ടീച്ചറെ? അത് ശരിയാണ്. എന്താണ് ഈ അനുരൂപീകരണം നടത്തിയ പാഠപുസ്തകം, പാഠ്യപദ്ധതി അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് എന്നുള്ള ആശയം കൂടെ? അത് ഈ CWS കുട്ടികൾക്കും കൂടി മനസ്സിലാവുന്ന രീതി എല്ലാ കുട്ടികളെയും പരിഗണിക്കണം. അതായത് ഇപ്പൊ സങ്കലിത വിദ്യാഭ്യാസം ആകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അല്ലാതെ സംയോജിത വിദ്യാഭ്യാസം പോലെ 2 ക്ലാസ്സിലായിട്ടല്ലല്ലോ. അപ്പൊ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതി, അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും തയ്യാറാക്കുന്നത്. ടീച്ചിങ് മാനുവലിൽ വരെ അനുരൂപീകരണം നടത്തുമല്ലോ നമ്മള്. അതെ,
അതായത് അനുരൂപീകരണം നടത്തിയ പിന്നെ ടീച്ചിങ് മാനുവൽ ആയിരിക്കണം ഇത്തരം കുട്ടികളുള്ള ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. പാഠപുസ്തകവും അതില് പറയാം. അതില് നമ്മൾ ഈ അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ വർക്ക്ഷീറ്റുകളൊക്കെ നൽകത്തില്ലേ, ഗണിതം അങ്ങനെയുള്ള സബ്ജക്റ്റുകളില്? അപ്പൊ അതിന് പ്രത്യേകം വർക്ക്ഷീറ്റുകൾ നമ്മൾ തയ്യാറാക്കി ഈ ടീച്ചിങ് മാനുവലിലൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അങ്ങനെയുണ്ട്. അത് ക്ലാസ്സിൽ ഗണിതമായിട്ട് സംഖ്യാബോധത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരേ നിറത്തിലുള്ള മുത്തുകള് കൂട്ടങ്ങളാക്കി വെക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ. ഇപ്പൊ കൂട്ടം എന്ന ആശയം ഇപ്പൊ കിട്ടണമെങ്കിൽ ഒരേ നിറം, പെട്ടെന്ന് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന തരത്തിൽ, അല്ലെ, തിരിച്ചറിയാൻ പറ്റുന്ന തരത്തില്. അപ്പോ ഈ അനുരൂപീകരണം നടത്തിയ പാഠപുസ്തകം അല്ലെങ്കിൽ പിന്നെ പഠന പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റുക എന്നത് മാത്രമാണ്. നമ്മൾ അതിനൊരു പ്രത്യേക ടേമായിട്ട് തന്നെ ഇത് നമുക്ക് ഈ വാക്കുകൾ പറയാൻ പറ്റണം. അതായത് സങ്കലിത വിദ്യാഭ്യാസത്തിൽ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും അനുരൂപീകരണം എന്ന വാക്ക് നമ്മൾ ഓർത്ത് വെച്ച് പ്രയോഗിക്കണം. അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവല്, പഠനോപകരണങ്ങള്, അല്ലെങ്കിൽ അനുരൂപീകരണം വഴിയുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടക്കേണ്ടതെന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ആ കുട്ടികൾക്ക് വേണ്ടി ചില മാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുത്തുന്നു എന്ന് കരുതി ഇവർക്ക് വേണ്ടി എല്ലാം ലളിതമാക്കുന്നു എന്നതിന് അർത്ഥമില്ല. എല്ലാ നിലവാരക്കാരെയും കൂടി പരിഗണിക്കുന്ന തരത്തിൽ, അതായത് ഇപ്പോ ഒരാശയം ടീച്ചർ പറഞ്ഞതുപോലെ എണ്ണൽ സംഖ്യ ഉറപ്പിക്കാനുള്ള ആശയം, നമുക്കിപ്പോ കളർ പല നിറത്തിലുള്ള ബീഡ്സോ ഒക്കെ കൊടുത്തിട്ട് രണ്ടിന്റെ കൂട്ടമാക്കാൻ പറഞ്ഞാലും ഈ ഉയർന്ന നിലവാരമുള്ള കുട്ടികൾ ചെയ്യും. ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ 2 ബീഡ്സ് വരുന്ന, ഇപ്പൊ പച്ചയുടെ 2 ബീഡ്സ്, റെഡിൻ്റെത് 2 എണ്ണം വെച്ചൊക്കെ തന്നെ ഒരു കിറ്റ് കൊടുത്തിട്ട് 2 എണ്ണം ആക്കാൻ പറഞ്ഞാൽ അവർ ആ നിറം നോക്കി 2 ആക്കി വെക്കും. ഒരേപോലുള്ളതിനെ കൂട്ടമാക്കി മാറ്റും, അല്ലെ? അതിനുശേഷം അവർക്ക് 1, 2 എന്നുള്ള ആശയം, അല്ലെങ്കിൽ എത്രയാണോ 5 വരെയൊക്കെയാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് അവർക്ക് കൂടി പറ്റുന്ന തരത്തിൽ പഠന കിറ്റുകൾ തയ്യാറാക്കൽ, ഇതൊക്കെയാണ്. ഇതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യും. ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾ പുലികളായിട്ട് ചാടി വീഴുമെന്നും പറഞ്ഞ ഓരോന്നും എടുത്തോണ്ട് വന്ന കേട്ടോ, പക്ഷെ നടന്നില്ല. എന്നാലും ആക്റ്റീവായി വരുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് തന്നെ സന്തോഷം. എല്ലാവരും ഇന്ന് മിണ്ടാത്തവരാരും ഇല്ല. ആര്യ ടീച്ചറിന് കുഞ്ഞിന്റെ ഇതുള്ളത് കൊണ്ടാണ് പോയത്. ഇന്ന് എല്ലാവരും സംസാരിച്ചു, അത് തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു ഞാൻ. ഇനി അടുത്തത് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ? 9 മണിയായോ? ക്വസ്റ്റ്യൻസ് വന്നോ? സചിത്ര ബുക്ക് കുട്ടികളുടെ പഠനത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അടുത്ത ചോദ്യം നമുക്ക് പിന്നീട് എടുക്കാം. സചിത്ര ബുക്ക് കുട്ടികളുടെ പഠനത്തെ എങ്ങനെ സഹായിക്കുന്നു? അത് ഒരു സമയം കൊല്ലിയാണോ? അത് വിവാദമാവുന്ന ഒരു ചോദ്യമാണ്. സചിത്ര ബുക്കിനെ നമുക്ക് എങ്ങനെ പിന്നെ അല്ലെങ്കിൽ അതിന്റെ പോരായ്മ ചോദിക്കുമ്പോൾ അത് പറയാം. അപ്പൊ സചിത്ര ബുക്ക് കുട്ടികളുടെ പഠനത്തെ എങ്ങനെ സഹായിക്കും? എന്തോ ടീച്ചറെ സചിത്ര ബുക്ക്? അടിയാൻ തരും. കഴിഞ്ഞ ഒരു ദിവസം അഞ്ജലി ടീച്ചർ അല്ലേ ഇത് ചോദിച്ചേ? അതോ വേറെ ആരോ ചോദിച്ചേ? ഞാൻ എപ്പോഴും പറഞ്ഞേ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് സചിത്ര ബുക്ക് കാണിച്ചിട്ടേ ഉള്ളൂ. ഇനി സംയുക്ത ഡയറി എന്തോ ആണോ ടീച്ചറെ? സംയുക്ത ഡയറി ഞാൻ പറഞ്ഞായിരുന്നു. കാണാമോ? കുറച്ചൊക്കെ കാണാം അല്ലേ? കാണാം, ചെറുതായിട്ട്. കണ്ടോ? ഇപ്പൊ കാണാം. കണ്ടോ? എഴുതിയൊന്നും നോക്കണ്ട, ചിത്രമുണ്ട്, ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. കണ്ടോ?
1ാം ക്ലാസ്സിലെ നമ്മൾ ആദ്യത്തെ താരയെ കുറിച്ചുള്ള ഒരു പാഠം ഉള്ളത് പുസ്തകം കണ്ടിട്ടുള്ളവർക്കൊക്കെ ചെറിയ ഓർമ്മ കാണും. കുഞ്ഞിക്കോഴി കുഞ്ഞിക്കോഴി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് താര അരി വിതറി. അതെ, ആദ്യത്തെ പടം കണ്ടോ? ഇതിപ്പോ എന്റെ മോന്റെയാണ് സചിത്ര ബുക്ക്. അതിനകത്ത് രക്ഷിതാക്കളും കൂടി അല്ലെങ്കിൽ ടീച്ചേഴ്സ് സാധാരണ ഇത് ചെയ്യേണ്ടത് എല്ലാം ടീച്ചേഴ്സ് പ്രിന്റ് എടുത്ത് ടീച്ചർ തന്നെ ക്ലാസ് റൂമിൽ തന്നെ വെട്ടി ഒട്ടിച്ച് എഴുതുകയാണ്. പക്ഷെ അത് പ്രാവർത്തികമാകാത്തത് കൊണ്ട് ഇതൊക്കെ ഞാനാണ് ചെയ്തത്. ഞാനും ശ്രേയും കൂടെ മോനും കൂടെ ചെയ്തത്. അപ്പൊ രക്ഷിതാക്കളും കൂടിയൊക്കെ അല്ല, സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ടീച്ചറെ. നമ്മുടെ സ്കൂളിൽ നമ്മൾ തന്നെയാ പ്രിന്റ് എടുത്തിട്ട് അവരെ കൊണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു. അതായിരുന്നു വേണ്ടത്. അതുപോലെ തന്നെ ശില്പശാലകൾ വെച്ചിട്ട് ഈ പാഠങ്ങൾക്കൊക്കെ വേണ്ടുന്ന പിന്നെ ചിത്രങ്ങൾ, അതായത് ഇപ്പൊ ഈ താരയുടെ പാഠത്തിനകത്ത് വേണ്ടിയിരുന്നത് വീട് വേണം, അതുപോലെ തത്ത, കാക്ക, അങ്ങനെയുള്ള ചില പക്ഷികളൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ രക്ഷിതാക്കളെയും കൂടി ഉൾപ്പെടുത്തി ആദ്യം ശില്പശാലകൾ സംഘടിപ്പിച്ചു. എന്നിട്ട് അവിടെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഈ കുട്ടികളുടെ ബുക്കിനകത്തേക്ക് ഒട്ടിക്കാനായിട്ട് ടീച്ചറിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് പ്രിന്റ് ഔട്ടുകൾ എടുത്ത് ടീച്ചർ ഇതൊക്കെ വെട്ടി ഒട്ടിച്ച് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതി, അത് നടപ്പിലാക്കിയപ്പോ സുധിന ടീച്ചറെ എന്തൊക്കെ പ്രയാസം നേരിട്ടു? ക്ലാസ് മുന്നോട്ട് നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു ടീച്ചറെ. ഒത്തിരി സമയം വേസ്റ്റ് ആയി പോകുന്ന പോലെ. കാരണം എല്ലാവർക്കും ഒരുപോലെ വെട്ടി ഒട്ടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു ഹെൽപ്പ് വേണം. അവരുടെ കയ്യിൽ വെട്ടി എടുക്കാനായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് പേര് ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു വന്നു. അവരെ കൊണ്ട് ജസ്റ്റ് വേറെ വലിയ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യിച്ചായിരുന്നു. നല്ലോണം ചെയ്ത കുട്ടികളും ഉണ്ട് കേട്ടോ. സമയം ഒരുപാട് വേസ്റ്റ് ആയി. കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അതോ എപ്പോഴാ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തോന്നിയോ? അവർക്കത് കറക്റ്റ് പിടിക്കാൻ അറിയില്ല. ഒറ്റ വിരൽ കയറ്റുന്നിടത്ത് ഇവര് 4 വിരൽ വെച്ചു. മറ്റേ സൈഡില് ആദ്യം അങ്ങനെയാണ് അവര് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. രക്ഷിതാക്കള് മൂർച്ചയുള്ള ഒരു സാധനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല. കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ മോൻ പിന്നെ UKG പഠിക്കുന്നതിനൊക്കെ മുമ്പേ അവൻ കട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അവൻ കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഫോർക്കിനകത്ത് തക്കാളിയൊക്കെയാണ് സാലഡിനുള്ളത്. അവൻ കട്ട് ചെയ്യുന്നത് മതി ഇവിടെ, ആ ഒരു രീതിയിൽ. അതിൽ പെർഫെക്ഷൻ ഒന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ട് സാലഡ് നമ്മുടെ ഫോർക്ക് വെച്ച് കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പൊ അവരുടെ കൈ മുറിയില്ലല്ലോ. ഫോർക്ക് വെച്ച് കുത്തി വെക്കുന്നു, എന്നിട്ട് സ്ലൈസ് ചെയ്യുന്നു. ആ രീതിയിൽ തുടങ്ങി. അതുപോലെ കത്രിക, കുട്ടികൾക്ക് സെപ്പറേറ്റ് ഷാർപ്പ് അല്ലാത്ത രീതിയിലുള്ള കത്രികകളുണ്ട്. അൻഷി ടീച്ചറിനൊക്കെ അറിയായിരിക്കും. അവിടെയൊക്കെ ഒരുപാട് ഗൾഫിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പേപ്പർ കത്രികകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, രക്ഷിതാക്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. രക്ഷിതാക്കൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അത് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ കത്രിക. ഞാനിത് 1ാം ക്ലാസ്സിലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ ആദ്യം പേരൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. ഒരു കുട്ടിക്ക് ഒരു കിറ്റ് വേണം, അതിനകത്തൊരു ചെറിയ മറ്റേ ഇങ്ങനെ സ്റ്റിക്ക് പശയുണ്ടല്ലോ, സ്റ്റിക്ക് ഗമ്മ്, ഒരു കത്രിക, പെൻസില്, എറേസർ, ഇതെല്ലാം സ്കൂളിൽ സൂക്ഷിക്കാനായിട്ട് വേണം. അവൻ അന്നന്ന് എടുത്തിട്ട് സാധനം അവിടെ തന്നെ സൂക്ഷിക്കുന്ന ഒരു രീതി. അത് പറയാൻ കാരണം, ഒരു എറേസർ ഇന്ന് കൊണ്ടുവന്നാൽ നാളെ എറേസർ കൊണ്ടുവരത്തില്ല, അതിലെ വേറൊരുത്തെ എടുത്തോണ്ട് പോകും. ഇത് ടീച്ചർ തന്നെ ഇത് ഈ കിറ്റിലേക്ക് ഇട്ട് ഒരു നിശ്ചിത സമയത്ത് തിരിച്ചു മേടിച്ചു വെക്കുമ്പോൾ ആ സാധനം ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ മോൻ തന്നെ ഈ വർഷം ഒരു 10 റേസർ കൊണ്ടുപോയി കാണും. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാത്തതാ. അപ്പൊ അത് മാറിപ്പോവും. അപ്പൊ ഇതുപോലൊരു കിറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു ടീച്ചറാ, കത്രികയൊക്കെ പിള്ളേർക്ക് വേണമെന്നൊക്കെ പറയുന്നത്. പിന്നെ അത് മനസ്സിലാവുന്നത് അത് ടീച്ചർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. കാര്യം അവർക്ക് കത്രിക പിടിക്കാൻ അറിയില്ല, കൈകള് ചലിക്കുന്നില്ല, വൃത്തിയായി ഒന്നും ചെയ്യാൻ അറിയില്ല. പിന്നീട് വീട്ടിൽ വന്ന് അവരെന്തോ ഒരു കാര്യത്തിന് കട്ട് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ലൈൻ ഒപ്പിച്ച് നല്ല വൃത്തിയായി കുഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ അങ്ങനെ കൊടുത്തിട്ടാണ്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞില് പേപ്പർ കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ അമ്മ എന്നെ അടക്കി ഇരുത്താൻ ചെയ്യുന്ന 2 മാർഗങ്ങള്, ഒന്ന് കത്രികയും പേപ്പറും തരും, 2 മാല കോർക്കാനായിട്ട് ബീഡ്സ് തരും. അത് തന്നെ ഞാൻ എൻ്റെ മോനും ചെയ്തത് കുഞ്ഞിലെ. മാല കോർക്കാൻ ബീഡ്സ് തരുമ്പം പക്ഷെ എൻ്റെ അമ്മ ചെയ്ത വേറൊരു പണിയുണ്ട്, അത് ഞാൻ എൻ്റെ മോനോട് ചെയ്തിട്ടില്ല.
നൂലിന്റെ അറ്റം കെട്ടാതെ തരും. അതാകുമ്പോൾ അമ്മയെ കണ്ടോന്ന് പറഞ്ഞ പൊക്കി പിടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പോവും. അപ്പോൾ വീണ്ടും ഇതും കൊണ്ടേ ഇരിക്കും. പക്ഷെ ഇവൻ പാറ്റേൺ ഒക്കെ കൊരുക്കും. അപ്പൊ ഇത് സൂക്ഷ്മമായി ചെയ്യാനുള്ള ശേഷി അല്ലെ, സൂക്ഷ്മ പേശി വികസനത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കിത് പറയാം. എന്താ? സൂചിയിൽ നൂല് കോർക്കല്, മാല കോർക്കല്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ സചിത്ര ബുക്ക് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും നല്ലൊരു ഗുണം പറയട്ടെ, കുട്ടികളുടെ പേശി വികാസം അല്ലെങ്കിൽ സൂക്ഷ്മ പേശി വികസനം, സ്ഥൂല സൂക്ഷ്മ പേശി വികാസം. അതെ, സ്ഥൂല സൂക്ഷ്മ പേശി വികസനം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ സഹായിച്ചു. 2, കുട്ടികളെല്ലാം നിറം കൊടുക്കാനും പടം വരയ്ക്കാനും ഇഷ്ടമുള്ളവരാണ്. അപ്പൊ അതിന് സഹായകരമാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ സചിത്ര ബുക്ക് വന്നപ്പോൾ ഉണ്ടായി. അപ്പൊ ഇതൊന്നും വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് കൂടുതലും ചിത്രം വരപ്പിക്കും, നോട്ട് ബുക്കിനകത്തൊക്കെ. കാര്യം എൻ്റെ ബുക്കാന്ന് തോന്നി അവൻ ഇതൊന്ന് എടുത്തു നോക്കാൻ തോന്നണമെങ്കിൽ അതിനകത്ത് ചിത്രങ്ങൾ വേണം. അപ്പോൾ നോട്ട് ബുക്ക് കുട്ടിയുടെ അവകാശമാണ്, അത് അവൻ്റെതാണ് കേട്ടോ, അവൻ്റെ സ്വത്താണ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ PSCയിൽ എന്നോട് ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ ഇന്റർവ്യൂവിന്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ നോട്ട് ബുക്കിൽ അവൻ മാർജിനിൽ വരച്ചു വെക്കുന്നതായി കണ്ടു, നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചറ് വെരി ഗുഡ്, അങ്ങനെയാണ് വേണ്ടത് എന്ന് ഫീഡ്ബാക്ക് തന്നത് കൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് ഞാൻ പറയാം. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ബുക്ക് എന്ന് പറയുന്നത് അവന്റെ സ്വത്താണ്, അതിലെന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് കരുതി ബുക്ക് നിറയെ കുത്തി വരയ്ക്കണമെന്നല്ല. മാർജിനിൽ വരച്ചു വെക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ ഞാനാണെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് അതിനായി സമ്മാനമായി നൽകുകയും ചെയ്യും. നിറം കൊടുക്കാനും പടം വരയ്ക്കാനും ഉള്ള അവസരം അവന് ഞാൻ തീർച്ചയായും കൊടുക്കും. മാർജിനിൽ വരയ്ക്കുന്നതിന്റെ പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ബുക്ക്, അവൻ്റെതായ ഒരു ചിത്ര ബുക്ക് നിർമ്മിക്കാനായിട്ട് ഞാൻ അവനെ സഹായിക്കും. അതുപോലെ കുട്ടി ബുക്കിനകത്ത് വരയ്ക്കുമ്പോൾ ടീച്ചറിന് മാർജിൻ ടീച്ചറിന് ഒപ്പിടാനുള്ളതാണ്, അവന് ഫീഡ്ബാക്ക് എഴുതാനുള്ളതാണ്, ടിക്ക് ചെയ്യാനുള്ളതാണെന്നുള്ളൊരു ധാരണയും കുഞ്ഞിന് കൊടുത്ത് അവന് സമ്മാനമായ ഒരു ബുക്കും കൂടി കൊടുക്കുമ്പോൾ കുട്ടി തീർച്ചയായും ആ ഒരു പ്രവണതയിൽ നിന്ന് മാറും. കുട്ടി ബുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ പഠിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതിലും ആശയങ്ങൾ നിങ്ങൾക്ക് കാണും, നിങ്ങൾക്കത് പറയാം. അതുപോലെ നോട്ട് ബുക്കിനകത്ത് കുത്തി വരയ്ക്കുക, അത് തെറ്റായ ആശയമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരൊരിക്കലും മനസ്സിലാക്കത്തില്ല. മറിച്ച് അവർക്കത് ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ട കുട്ടികൾക്ക് അത് ചെയ്തേ പറ്റൂ. അപ്പൊ അതിനൊരു സ്ഥലം കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നമുക്ക് രാജാ രവിവർമ്മയുടെ കാര്യം വരെ പറയാം. അതായത് രാജാ രവിവർമ്മ മാണിക്കക്കല്ല് സിനിമയില്. അതെ, മാണിക്കക്കല്ല് എന്തോ ഞങ്ങള് DED പഠിക്കുമ്പോഴേ നമ്മള് +2 വരെ എഴുതിയ രീതിയിലാണ് നോട്ട്ബുക്ക് കൊണ്ടു നടന്നത്. അപ്പൊ കമ്മീഷന് ടീച്ചർ വരുമ്പോ അത് കണ്ടാല് വഴക്ക് പറഞ്ഞ് മാർക്ക് കുറയ്ക്കുമായിരുന്നു. നമ്മള് നോട്ട്ബുക്ക് കറക്റ്റ് വൃത്തിയായിട്ട് നമ്മൾ ഒരു +2 വരെ എഴുതുമല്ലോ. അയ്യോ സ്റ്റക്കായി പോയി ടീച്ചറെ, കറക്റ്റ് വൃത്തിയായിട്ട് നമ്മൾ ഒരു +2 വരെ നമ്മൾ നോട്ട്ബുക്ക് എഴുതുന്നത് കറക്റ്റ് ആയിട്ട് ഹെഡിങ് ഒക്കെ എഴുതി നോട്ട് നല്ല ക്ലിയർ ആയിട്ടല്ലേ എഴുതി വെക്കുന്നത്. ആ ഒരു പേജ് കണ്ടാൽ ആ ഒരു ഭംഗിയിലൊക്കെയാണ് എഴുതുന്നത്, ഒരു കുത്തും കോമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ. പക്ഷെ ഞങ്ങൾ കമ്മീഷന് DED പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ നോട്ട്ബുക്ക് കൊണ്ടുവച്ചാല് കമ്മീഷന് വരുന്ന ടീച്ചേഴ്സ് വഴക്ക് പറയും, ഇങ്ങനെ അല്ല നോട്ട്ബുക്ക് വേണ്ടത്. അപ്പൊ ഞങ്ങൾ ഓരോ ഹെഡിങ് എഴുതുന്നത് ഞങ്ങളുടെ ബുക്ക് ഒന്ന് എടുത്ത് നോക്കണം, പല പല കളറിലാണ്. മധുസാറിന്റെ ക്ലാസ്സിൽ നമ്മൾ 10 പേനയായിട്ട് വേണം ഇരിക്കാന്. ഒരു വാക്ക് പറയുമ്പോ പച്ചയാണെങ്കിൽ മാറ്റിയിട്ട് അടുത്ത മഞ്ഞ, അങ്ങനെ വേണം എഴുതാന്. അതും പല ഇപ്പൊ ഇടയ്ക്ക് വെച്ച് എഴുതുന്ന ഒരു പോയിന്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കയറ്റി എഴുതാതെ ഇവിടെ മാർജിനിൽ അങ്ങ് എഴുതുക. അങ്ങനെ ഒരു അലങ്കോല രീതിയിൽ ബുക്ക് കാണുമ്പോഴാണ് കമ്മീഷൻകാർ പറയുന്നത് ഇത് നല്ലതാണ്, ഇങ്ങനെ തന്നെ വേണമെന്ന് പറയും. അതായത് ഒരു കൊച്ചു കുഞ്ഞിന്റെ ബുക്ക് എങ്ങനെയാണോ അതേ രീതിയിലാണ് നമ്മളെ കൊണ്ട് എഴുതി. അതെ അതെ, അത് ഇത് പറഞ്ഞപ്പോഴും പിന്നെ സാറിന്റെ ഞങ്ങൾ തമ്മിൽ കണക്ട് ആവുന്നത് ഞങ്ങളുടെ പല ആശയങ്ങളും ഒരുപോലെ വരുന്നോണ്ടാ സാറ് ഞാനിവിടെ കണക്ട് ആവുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ പല നിറങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ എൻ്റെ കയ്യിൽ എപ്പോഴും അങ്ങനെ ഒരു കിറ്റ് കാണും. എപ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പോഴും മേശപ്പുറത്താണേലും ഒരുപാട് പേനയുടെ കളക്ഷൻ. എന്നെയും കൊണ്ട് ഫാൻസി കടയിൽ പോകാൻ പറ്റും, പക്ഷേ പിന്നെ
ബുക്ക് സ്റ്റോറിൽ പോകാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറയായിരുന്നു. അത് പോയാൽ ഇറങ്ങത്തില്ല, എല്ലാ സാധനവും വാങ്ങും, ഈ പേന, പെൻസിൽ, ഇങ്ങനെയൊക്കെ ഉള്ള കളേഴ്സൊക്കെ. അപ്പൊ ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും ഹൈസ്കൂളിലെ കുട്ടികളോടും പറയും, ബുക്കിനകത്ത് നിങ്ങൾ നീറ്റായിട്ട് എഴുതണം. പക്ഷെ അതിൻ്റെ കൂടെ അണ്ടർലൈൻ ചെയ്ത് വേണ്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു ഹൈലൈറ്റർ ഒക്കെ വാങ്ങി ചേരുന്ന ചിത്രമൊക്കെ വരച്ച്, ഇത് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതൊരു പഠന തന്ത്രമാണ്. നമ്മൾ അട്രാക്ട് ചെയ്യും. ആ പോയിന്റ് ഇന്ന പേജിൽ ഇന്ന കളറിൽ ഞാൻ എഴുതി എന്ന് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ അത് സചിത്ര ബുക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. കേട്ടോ അനുഷ ടീച്ചറെ? കേട്ടോ? കണ്ണിടക്കിടയ്ക്ക് പോകുന്നുണ്ട്. മോനോ മോളോ ആരൊക്കെയോ ഉണ്ട് അവിടെ. അതെ, ഇന്നിപ്പോ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ തന്നെ എന്നെ ഓർമ്മിപ്പിക്കണം സചിത്ര ബുക്കിന്റെ കാര്യവും പിന്നെ അടുത്ത ക്വസ്റ്റ്യനും കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ഇരുന്നാ മുഷിയും. ഓക്കെ ടീച്ചർ. താങ്ക് യു ടീച്ചർ. നിങ്ങൾ ഇന്ന് തന്നെ ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്കുകളുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള വോയിസ് ഒരൊറ്റ വോയിസ് ആയിട്ട് നിങ്ങളെ വാട്സപ്പിൽ ഇട്ടാൽ മതി കേട്ടോ. ടെലഗ്രാമിൽ ഇടണ്ട, വാട്സപ്പിലെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടുക. ടെലഗ്രാമിൽ ഞാൻ നോട്ട്സും ബാക്കിയെല്ലാം ഞാൻ അതിനകത്തേക്ക് തന്നോളാം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടുകൾ ഒന്നിച്ച് കിട്ടുമ്പോൾ ഒരു സുഖമില്ലേ? അല്ലേ? എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് അങ്ങനെ കിടക്കട്ടെ. ഞാൻ വാട്സപ്പ് പറഞ്ഞതേ, ഞാനും പെട്ടെന്ന് നോക്കുന്നത് അതിനകത്താ. അതുകൊണ്ട് നിങ്ങളുടെ മറ്റേ ടെലഗ്രാം എടുത്ത് നോക്കാറേ ഇല്ല. ടെലഗ്രാം പെട്ടെന്ന് നോക്കത്തില്ല ടീച്ചറെ, വാട്സപ്പ്. നിങ്ങളുടെ ഡിസ്കഷൻ എല്ലാം വാട്സപ്പിൽ നടക്കട്ടെ. എന്നിട്ട് ഞാൻ അതിൽ പറയാം, നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പോയി അത് ചെക്ക്. ടീച്ചർ അതുപോലെ തന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേ എനിക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ബഹളമായിരിക്കും കേട്ടോ. പക്ഷെ മറ്റേനകത്ത് ഈ വാട്സാപ്പിലാണെങ്കിൽ എനിക്കത് പോസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഈ ബഹളം വരുന്ന സമയത്ത്. പക്ഷെ ഈ ടെലഗ്രാമിൽ അങ്ങനെ ഒരു ഇതില്ലെന്ന് തോന്നുന്നു. വാട്സപ്പിനകത്ത് പറ്റും കേട്ടോ. അത് സാരമില്ല, അതൊന്നും ഇനി പഠിച്ചെടുക്കാനല്ല, മറ്റേത് നോക്കുക കേട്ടോ. വാട്സപ്പ് ഓക്കെ. സചിത്ര ബുക്ക് ഞാൻ ഫോട്ടോ ഇട്ടേക്കാം. ശരി. താങ്ക് യു ടീച്ചർ. ഓക്കെ. ബിൻസിന്റെ ടീച്ചറെ ആലിയയുടെ അമ്മയാണോ? അതെ, ആലിയ നസീബിന്റെ അമ്മയാ. പിന്നെ നമ്മൾ മോളിപ്പം ഇപ്പൊ എന്ത് ചെയ്യുന്നു? മോള് MBBS പറയൂ.